ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ഒരുപാട് ടെക്നിക്സുകളും ടൂൾസും അപ്ലൈ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി കാണും. എന്നാൽ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അഥവാ ഗോൾ സാക്ഷാത്കാരത്തിൻ്റെ നിയമം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആഴത്തിൽ മനസ്സിലാക്കി. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതായത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടിയെന്നിരിക്കും. ചില കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്നതിന് മുന്നേ സംഭവിച്ചിരിക്കും. എന്നാൽ മറ്റു ചിലത് സംഭവിക്കാൻ ചിലപ്പോൾ സമയമെടുത്തേക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയോ നിരാശപ്പെടുകയോ പരാതി പറയുകയോ ചെയ്യരുത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയം കൂടി വരും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മനോഭാവത്തിൽ എപ്പോഴും ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ ഒരു ദിവസം തുടങ്ങാം? ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും, ഒരു വീട്ടമ്മയാണെങ്കിൽ, വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി, ആരുമായിക്കൊള്ളട്ടെ, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഒരു ദിവസം പ്ലാൻ ചെയ്യാറുണ്ട്. ഒരു ദിവസം തുടങ്ങാൻ ഇന്നു മുതൽ നിങ്ങൾ പിന്തുടരേണ്ട ഒരു രീതിയുണ്ട്. ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് ഞാൻ പലയിടത്തായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദേഷ്യത്തോടെയോ വിഷമത്തോടെയോ സംശയത്തോടെയോ ആലോചിക്കരുത്. അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ പറയുക: ഐ ആം വെരി പവർഫുൾ മാനിഫെസ്റ്റർ. യെസ് ഐ ആം. അങ്ങനെ ഒരു 3 പ്രാവശ്യം നിങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് സ്വയം പറഞ്ഞ് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക. അതിരാവിലെ എഴുന്നേറ്റ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി സൃഷ്ടിക്കുക. ഇന്നത്തെ ദിവസം ഒരു ബിസിനസ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്നതിനോ ഒക്കെയുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെയും കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കുന്നതും, ആ കരാർ അല്ലെങ്കിൽ ഒരു കരാറാണെങ്കിൽ അത് സൈൻ ചെയ്ത് വാങ്ങുന്നതായും നന്നായി വിഷ്വലൈസ് ചെയ്യുക. അതായത് എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യത്തിൽ റിസൾട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്നൊരു മീറ്റിംഗ് ആണ് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾ നന്നായി വിഷയം അവതരിപ്പിച്ചതായും നിങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നതായും കാണുക. ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ പ്രീ പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ചെടുക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സംഭവത്തെയും നിങ്ങളുടെ ചിന്തയിലൂടെ മുൻകൂട്ടി തീരുമാനിച്ച് അതിന് നന്ദി പറയുക. ഇങ്ങനെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി സൃഷ്ടിച്ച് നന്ദി പറയുക. യെസ് ഐ ആം വെരി പവർഫുൾ മാനിഫെസ്റ്റർ എന്നതിൽ ആത്മാർത്ഥമായും വിശ്വസിക്കുക. അതൊരു ശീലമാക്കി മാറ്റുക. ഇനി ഉറങ്ങുന്നതിന് മുമ്പായി എന്ത് ചെയ്യണമെന്ന് ഞാനിവിടെ പറയാം. ഇന്നു മുതൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഓരോ രാത്രിയും ആ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മശക്തിക്കും മൂർച്ച കൂട്ടാൻ സഹായിക്കുന്ന പ്രാക്ടീസാണ്. 8 മണിക്ക് ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷമുള്ള ഓരോ മണിക്കൂറും ഞാൻ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക. അടുത്ത ദിവസം മുതൽ ഓരോ സമയവും പാഴാക്കാതെ ജോലി ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. അതുപോലെ ഇത് നമ്മുടെ കുട്ടികളോടും പ്രാക്ടീസ് ചെയ്യാൻ പറയുക. എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ്. ഇത് 21 ദിവസം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെയും കുട്ടികളുടെയും ഓർമ്മശക്തി 10 മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കും. എന്തെങ്കിലും ഒരു കാര്യം നാം ആഗ്രഹിക്കാത്ത രീതിയിൽ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ആ സംഭവം മാറ്റുക. എന്നിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ വിഷമങ്ങളെ പൂർണ്ണമായി മാറ്റിയെടുത്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങുക. മനസ്സ് നിറഞ്ഞ് നിങ്ങൾ നന്ദി പറയുക. ആ വ്യക്തി അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറിയതായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കും, ഞാനും പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് പൂർണ്ണമായും ആ സംഭവത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. ഓരോ കാര്യങ്ങളും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇന്നു മുതൽ നിങ്ങൾ പ്രധാനമായും ഒരു ദിവസം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ഓർത്ത് ചെയ്യുക. 21 ദിവസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസായി ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു ശീലം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക.
ഇത്രയും നല്ല മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലൈഫ് അട്രാക്ഷൻ സീക്രട്ടുകളുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.